ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ആരാധന പ്രസിഡന്റ് KT അബ്ദുറഹ്മാൻ എന്ന ബാപ്പുട്ടി, നമ്മുടെ പന്നാല മഹല്ല ജമാഅത്തിൻ്റെ സെക്രട്ടറി NA ബക്കർ സാഹിബ്, അതുപോലെ മദ്രസയുടെ ട്രഷറർ മുഹമ്മദ് അലി, നമ്മുടെ ഒരു കാലത്ത് ഇതിന്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന പിന്നെ വിദേശത്തേക്ക് പോയ കുഞ്ഞിപ്പ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ കാര്യങ്ങൾക്കും ഓടിച്ചാടി നടക്കുന്ന ബിഷർ, അസാസുൽ മാരിഫ് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ആനുവൽ 2023 പ്രോഗ്രാമിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ സ്ഥാപനം ഏകദേശം 1998 സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് EME സ്കൂൾ. ഈ സ്ഥാപനം പുറത്തേക്ക് പബ്ലിസിറ്റി ഇല്ലെങ്കിലും, അതായത് സാധാരണ എമാനിയ ഇംഗ്ലീഷ് മീഡിയം, ഗുഡ് വില്ല്, മറ്റതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ പോലെ പബ്ലിസിറ്റി കുറവാണെങ്കിലും പഠനകാര്യത്തിൽ ഇന്ന് വരെ, കാരണം 25-26 വർഷത്തോളമായി സ്ഥാപനം തുടങ്ങിയിട്ട്, പഠനകാര്യത്തിൽ ഇന്ന് വരെ ഒരാളും, കാരണം ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞ് മറ്റുള്ള സ്കൂളിൽ ചേർക്കുമ്പോൾ LKG UKG 1ാം സ്റ്റാൻഡേർഡ് 2ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് മറ്റുള്ള സ്കൂളിൽ പോയി ചേർക്കുമ്പോൾ ആ സ്കൂളിൽ അധ്യാപകർ ചോദിക്കാറുണ്ട് സാധാരണ എല്ലാ പ്രാവശ്യവും, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്, ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചു വരുന്നത് എന്നുള്ളത്, LKG UKG. കാരണം അവർക്ക് തന്നെ അത്ഭുതമാണ്. കാരണം അത്രയും നമ്മൾ ഒരു സ്ഥാപനത്തിനെ ഉയർത്തിക്കാട്ടി പറയുകയല്ല, കാരണം ഇന്ന് വരെ നമ്മുടെ സ്ഥാപനത്തെ പറ്റി ഒരാളും, ഒരു സ്ഥാപനം, ഒരു സ്കൂളുകാരും അല്ലെങ്കിൽ ഈ പഠനം പൂർത്തീകരിച്ചത് ശരിയായില്ല, കുട്ടികൾക്കും ഒന്നും അറിയില്ല എന്നുള്ള കാര്യം ഇന്ന് വരെ ഒരു സ്കൂളുകാരും പറഞ്ഞിട്ടില്ല. കാരണം ഇവിടുന്ന് 1ാം ക്ലാസ് മാക്സിമം പോയി 2ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞാൽ പിന്നെ പറമ്പ സ്കൂൾ, പൂക്കോട്ടുംപാട സ്കൂൾ, അങ്ങനെ കവള സ്കൂൾ, ഇങ്ങനെ സ്കൂളിലേക്ക് മാറും. ഈ മാറുമ്പോൾ അവരെ സ്കൂളിൽ ചേർക്കും, 1ാം ക്ലാസ് 2ാം ക്ലാസ് ചേർക്കുമ്പോൾ അവരുടെ പഠനവും മറ്റുള്ള കാര്യങ്ങളും നോക്കുമ്പോൾ ഏറ്റവും മികച്ച പഠനം തന്നെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതിന് കാരണം നമുക്ക് എക്സ്പീരിയൻസുള്ള നല്ല ടീച്ചർമാർ. കാരണം ഈ സ്ഥാപനം ഉണ്ടായ അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിന്റെ ഉത്തരവാദിത്വം, ഇതിന്റെ മെയിൻ അധ്യാപികയായിട്ട് ചുമതലയേൽക്കുന്ന അഫ്സ ടീച്ചർ തന്നെയാണ്. കാരണം മറ്റുള്ളവരൊക്കെ ടീച്ചർമാർ, സെറീന ടീച്ചറുണ്ട്, അവരുമായി ഇപ്പോൾ 5-6 വർഷത്തോളം അവരുമായി. എന്നാലും അഫ്സ ടീച്ചർ ഈ സ്ഥാപനം തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ, അതിനിടയിൽ ചെറിയ 1-2 വർഷം ചില സാങ്കേതിക കാരണം വിട്ടു നിന്നെങ്കിലും പിന്നെ ഇന്ന് വരെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോയിട്ടില്ല. ആ കുട്ടികളേറ്റും ഇംഗ്ലീഷ് മീഡിയത്തിന്റെ സ്കൂളിന്റെയും ചുമതലയേറ്റ് അങ്ങനെ ഇന്ന് വരെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളത്, കാര്യമായിട്ട് പറയാനുള്ളത്, കാരണം നമ്മളെ ഈ അടുത്ത പ്രദേശത്ത്, കാരണം ഈ ചുറ്റുഭാഗത്ത് ഏറ്റവും, അതിനാണ് 7 മണി തൊട്ട് ഈ കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്കറിയാം, ഏറ്റവും ചുറ്റുവട്ടത്തിലെ പരിസരവാസികളായ നിങ്ങളെ കുട്ടികളാണ്, നമ്മുടെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. 10:30 വെല്ലടിക്കേണ്ടത് 10:15 നിങ്ങൾ സ്കൂളിൽ കൊടുന്നാക്കിയാൽ മതി. അത്രയും കുട്ടികൾക്ക് റെസ്റ്റാണ്. കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാനും കുളിക്കാനും മറ്റതിനും സൗകര്യം എല്ലാത്തിനും സമയമുണ്ട്. കാരണം പിന്നെ ഉള്ളത്, കാരണം കോട്ടും സൂട്ടും സ്കൂൾ ബസ്സിലും പോകാൻ പറ്റൂല എന്നുള്ള ഒറ്റ കുറവേ നമുക്കുള്ളൂ. കാരണം അത് വേണ്ടല്ലോ, നമ്മളെ പഠനം നോക്കുന്നത്. നമ്മളെ നമ്മളെ കുട്ടികൾക്ക് പഠന നിലവാരം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് വരുത്തേണ്ടത്, കാരണം നമുക്ക് സ്കൂളിന്റെ പ്രസക്തി അല്ല നേടുന്നത്. കാരണം ഗുഡ്വില്ലിലോ യമാനിയിലോ മറ്റു മേരിമാതിയിലോ എന്റെ കുട്ടി പഠിക്കുന്നുണ്ട്, അത് 4 ആളോട് പറഞ്ഞെങ്കിലും ഒരു അത്ഭുതം, അതല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കുട്ടികൾക്ക് പഠന നിലവാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരിസരത്തുള്ള ഒരുവിധം, കാരണം തെക്കേമുണ്ടെന്ന് കുട്ടികൾ വരുന്നുണ്ട്, പല്ലങ്ങൽ, എള്ളുംപറമ്പ്, ഏലക്കലി ഭാഗത്തുനിന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യയന വർഷം നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കുട്ടികൾ കൂടുന്നിടത്തോളം നമുക്ക് സൗകര്യങ്ങൾ കൂട്ടാൻ കഴിയും. കാരണം കുട്ടികൾ എത്ര കണ്ട് കൂടുന്നു അത്ര കണ്ട് നമുക്ക് സൗകര്യം കൂട്ടാൻ കഴിയും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ LKG UKG നിങ്ങൾ നമ്മളെ സ്കൂൾ സ്ഥാപനത്തിൽ കൊണ്ട് ചേർക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്ന ഒന്നാമത് സമയം ഒരുപാടായിട്ടുണ്ട്. കാരണം നമുക്ക് അധികം സമയം നീട്ടിക്കൊണ്ട് പറയാൻ പറ്റില്ല. എന്നിൽ അർപ്പിതമായിട്ടുള്ള സ്വാഗതം പറയുക എന്നുള്ളതാണ്.
ഇതിന്റെ പരിപാടിയുടെ ഔചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 5-ാം വാർഡ് ചുള്ളിയോടിന്റെ മെമ്പർ MA റസാഖാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടി സ്വന്തം പേരിൽ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക്. അതുപോലെ തന്നെ ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ഞാൻ പറഞ്ഞു ബാപ്പുട്ടിനെ പറ്റി. ഏത് സ്ഥാപനമാണെങ്കിലും എന്ത് സ്ഥാപനമാണെങ്കിലും മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാളുണ്ടായാൽ മതി. കാരണം അതിൽ 10, 15, 20 ആളുണ്ടായിട്ട് കാര്യമില്ല. മുന്നിൽ നിന്ന് നയിക്കാൻ കരുത്തരായ ആളുണ്ടെങ്കിൽ മാത്രമേ ഏത് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മുടെ മദ്രസ ആയാലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെങ്കിലും അതിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ബാപ്പുട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പല പരിപാടികൾ നമ്മൾ ഓരോരോ ഘട്ടങ്ങൾ ഓരോ വർഷം നമ്മൾ ഓരോരോ പരിപാടികൾ നമ്മളെ പുരോഗമനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വരെ ഒരു കുറ്റക്കുറവ് ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ നല്ല നിലയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ ബാപ്പുട്ടിയാണ്. ബാപ്പുട്ടിയെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ. അതുപോലെ തന്നെ നമ്മുടെ മഹല്ല് സെക്രട്ടറി MA ബക്കർ സാഹിബ്, അദ്ദേഹം എന്ത് പള്ളിയുടെ സെക്രട്ടറി മദ്രസിന്റെ സെക്രട്ടറിയാണ്. എന്ത് പരിപാടിക്ക് നമ്മൾ എവിടേക്ക് എന്തിനു വിളിച്ചാലും നമ്മളെ മുമ്പിൽ കൂടെ നിന്ന് ഏത് കാര്യത്തിനും ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങൾക്കറിയാം എന്തിന്റെ ഒരുപാട് ചുമതലകൾ ഏൽക്കുന്ന അദ്ദേഹമാണ്. ഒരുപാട് സംഘടനകളുടെ അദ്ദേഹം ഏത് കാര്യത്തിനും നമ്മൾ വിളിച്ചാൽ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. മദ്രസിന്റെ കാര്യമാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തെ ഞാൻ മഹത്തമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ മദ്രസയുടെ ട്രഷറർ മുഹമ്മദ് അലിയെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ വിഷയത്തെ പറ്റി. കാരണം ഈ സ്ഥലത്തിൻ്റെതായാലും മത്സൂറാണെങ്കിലും മദ്രസിന്റെ എന്ത് പരിപാടിയാണെങ്കിലും ഏത് പരിപാടിയാണെങ്കിലും വിഷറ നിന്ന് ഈ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഭംഗിയായിട്ട് ഒരാളും സാധ്യതയാണ്. നമുക്കറിയാം, സ്വാഗത പ്രസംഗത്തിൽ സെക്രട്ടറി ഹസീന സൂചിപ്പിച്ചു, 999 സ്ഥാപിച്ച ഈ സ്ഥാപനം വളരെ നല്ല നിലയിൽ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു. ഈ സ്ഥാപനത്തിൽ നിന്ന് പോയ കുട്ടികൾ 1-ാം ക്ലാസ്സിനും 2-ാം ക്ലാസ്സിനുമാണ് അധികം വരുന്ന കുട്ടികൾ പോകുന്നത്. അത് ചേലോട് സ്കൂളിലേക്കാകട്ടെ, പറമ്പിയിലേക്കാകട്ടെ, അല്ലെങ്കിൽ പള്ളി സ്കൂളിലേക്കാകട്ടെ, എവിടെ ചെന്നാലും നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് പഠിച്ചു വന്നത് എന്ന് അവിടുത്തെ ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മെച്ചം തന്നെയാണ്, അല്ലാതെ കുട്ടികളുടെ പഠനത്തിന്റെ മോശമല്ല. കാരണം നല്ല രീതിയിലുള്ള ഒരു വളർച്ച, അതൊരു വിദ്യാഭ്യാസപരമായി നല്ലൊരു കഴിവ് കുട്ടികൾക്ക് കാണുന്നത് കൊണ്ട് ടീച്ചർമാർ ചോദിക്കും നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചതെന്ന്. കാരണം അത്രമാത്രം പഠന നിലവാരം ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത്. നമുക്കറിയാം, പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന, ഖബർസ്ഥാനിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് ഭൗതിക സൗകര്യങ്ങൾ വളരെ കുറവാണ് നമുക്ക്. എന്നാലും എല്ലാ സൗകര്യത്തിൽ വെച്ച് നമ്മുടെ കുട്ടികളുടെ കലാപരമായും അതുപോലെ തന്നെ അവരുടെ പഠനപരമായിട്ടുള്ള വാസനകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ അസീനാർ സൂചിപ്പിച്ചതുപോലെ അടുത്ത അധ്യയന വർഷം നല്ല ഒരു അഡ്മിഷൻ നമുക്കുണ്ടാകുന്നതിന് വേണ്ടി ഇവിടെ ഇപ്പോൾ നിലവിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെല്ലാം അടുത്തുള്ള ഇവരോടൊക്കെ പറഞ്ഞ് കൂടുതൽ വിദ്യാർത്ഥികളെ നമുക്ക് അഡ്മിഷന് വേണ്ടി LKGയിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ കുട്ടികളുടെ പരിപാടി വളരെ നല്ല രീതിയിൽ നടക്കണം. അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ ഇതിന്റെ എല്ലാ രക്ഷിതാക്കളും തുടക്കം മുതൽ അവസാനം വരെ നിന്ന് കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകണമെന്നും അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളെല്ലാവരും പോകാൻ പാടുള്ളൂ എന്നും വളരെ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ അഡ്മിഷൻ 2023-2024 അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും രക്ഷിതാക്കൾ ഇത്രയും കാലം നിങ്ങളെല്ലാവരും എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഭാവിയിലും ഉണ്ടാവണം എന്നുകൂടെ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. 2012 ഞാൻ സൗദിയിൽ നിന്ന് വരുമ്പോ ഈ സ്ഥാപനത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. കാരണം
അസ്ലം ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ചയും ബഹുമാന്യനായ നമ്മുടെ അസ്ലം ഉസ്താദ് അദ്ദേഹത്തിന് സർവശക്തനായ നാഥൻ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്നീ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും എല്ലാവരോടും പ്രധാനപ്പെട്ട ഒരു 500 റുപ്യ കാട്ടി, ഒരു 400 റുപ്യ കാട്ടി, ഒരു 200 കാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ശമ്പളം കൊടുക്കാൻ പൈസ അല്ലാണ്ട് 5 മാസത്തെ ശമ്പളം പെൻഡിങ്ങിലായിരുന്നു ഞാൻ വരുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സിന്. അതിൽ നിന്നൊക്കെ മാറി അന്ന് കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് അങ്ങനെ ആ ദിനയിൽ നിന്ന് മാറ്റി ഇപ്പൊ അൽഹംദുലില്ലാ ശമ്പളം കൊടുക്കാനൊന്നും നമുക്കൊരു പ്രയാസവും ഉണ്ടാവാറില്ല. കറക്റ്റ് എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ നമ്മുടെ ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആ രീതിയിലേക്ക് സ്ഥാപനം വളർന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഭൗതിക സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. ഇപ്പൊ നഴ്സറിന്റെ മുന്നിൽ അതുപോലെ തന്നെ മദ്രസയുടെ മുന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ മുമ്പിൽ നഴ്സറിയുടെ മുമ്പിൽ നമ്മളിപ്പോ പുതിയ കട്ട വിരിച്ച് അതുപോലെ തന്നെ മുറ്റൊക്കെ നന്നാക്കി നല്ല രീതിയിൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഭൗതിക സൗകര്യങ്ങളൊക്കെ ഭാവിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാക്കണം. അതിനൊക്കെ വേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം നീട്ടി നമ്മുടെ കുട്ടികളുടെ സമയം കവർന്നെടുക്കുന്നില്ല. ഈ യോഗത്തിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി 5-ാം വാർഡ് മെമ്പർ MA റസാഖ് അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അധ്യക്ഷൻ സുഹൃത്തു കൂടിയായ അബ്ദുറഹ്മാൻ സാഹിബ്, ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി അസൈനാർ സാഹിബ്, മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറി ബക്കർ സാഹിബ്, ഈ സ്ഥാപനത്തിൻ്റെ സംഘാടകനായ മുഹമ്മദ് അലി, ബിഷർ, ടീച്ചേഴ്സ്, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് മുതിരുന്നില്ല. കാരണം നിങ്ങളുടെ കുട്ടികളുടെ പരിപാടി കാണാനാണ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. ഈ വൈകിയ വേളയിൽ ഈ സ്ഥാപനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗികൻ വിശദമായി സംസാരിച്ചു. നമ്മുടെ നാട്ടിലുള്ള ഈ സ്ഥാപനം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശം നമ്മളെ ഓരോരുത്തരുടെയും കയ്യിലാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഈ സ്ഥാപനം നിലനിർത്താൻ എല്ലാ രക്ഷിതാക്കളും മുന്നിട്ടിറങ്ങണം. ഈ സ്ഥാപനം ഇവിടെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ബസ്സിലും ഓട്ടോറിക്ഷയിലും കയറി പോകാതെ നമ്മുടെ അടുത്ത് തന്നെയുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനം നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ടീച്ചേഴ്സിനെ പറ്റി ഈ സംഘാടകർ നല്ല രീതിയിൽ പറഞ്ഞു. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരു സ്കൂളിൽ ചെന്നാലും അഡ്മിഷന് ചെല്ലുമ്പോൾ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്നുള്ള ഒരു വർത്തമാനം ഇന്ന് വരെ കേട്ടിട്ടില്ല. അപ്പോൾ ആ ടീച്ചറെയും ഈ സമയത്തിൽ ഈ സാഹചര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. ഔപചാരികതയ്ക്ക് വേണ്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേണ്ടി മഹല്ല് സെക്രട്ടറി MA ബക്കർ സാഹിബ്. അഭിനന്ദനായ വാർഡ് മെമ്പർ റസാഖ്, അധ്യക്ഷൻ പാപ്പുട്ടി, സെക്രട്ടറി അസൈനാർ, കുഞ്ഞിപ്പ, മുഹമ്മദ് അലി, ആദരണീയനായ ടീച്ചേഴ്സ്, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും. ഒരു ആശംസ നീട്ടിക്കൊണ്ടുപോകുന്ന സമയമല്ല ഇത്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു ഉദ്ഘാടന സെഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായത് ഇനി ഉദ്ഘാടനം കൊണ്ട് നീട്ടിക്കൊണ്ടുപോകുമോ എന്നതാണ്. അതിനാരും മുതിർന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. തുടക്കത്തിൽ തന്നെ നമുക്ക് അവരുടെ പരിപാടികൾ വളരെ ഭംഗിയായ നിലയിൽ കാണാൻ സാധിച്ചു. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ 3 ടീച്ചേഴ്സ് സ്റ്റാഫ് ആണ്. അവർ ദിവസങ്ങളായി ചെറിയ കുട്ടികളുടെ പരിപാടികൾ അതിന് ആസൂത്രണം ചെയ്തു വരുന്നു. അതുപോലെ രക്ഷിതാക്കളുടെ സപ്പോർട്ടും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് അവരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ പരിപാടിക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിപാടികൾക്കും എല്ലാം നേതൃത്വം നൽകുന്ന
ആരെയും ഒരു കാര്യത്തിനും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് വിഷമിപ്പിക്കാതെ ഏൽപ്പിച്ച കാര്യം വളരെ ഭംഗിയായി നിർവഹിക്കുന്ന നമ്മുടെ ബിസർ നിങ്ങളോട് ആശംസ അർപ്പിക്കുന്നു. ഏറെ ബഹുമാനം നിറഞ്ഞ ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ 5-ാം വാർഡ് മെമ്പർ പ്രിയപ്പെട്ട റസാഖ, വേദിയിലുള്ള അധ്യക്ഷൻ, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടികൾ ആസ്വദിക്കാൻ എത്തിയവരാണെന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. വിലപ്പെട്ട സമയം കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഏവരും നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാവണം. നമ്മുടെ കഴിഞ്ഞ നേതാക്കന്മാർ നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ പിഞ്ചോമകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പടുത്തുയർത്തിയ ഒരു സ്ഥാപനമാണ്. അവർ നമുക്ക് വേണ്ടി പടുത്തിയ ഈ സ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത് നമ്മുടെ നാടിന്റെ, നമ്മുടെ എല്ലാവിധ ജാതി മത രാഷ്ട്രീയ നേതാക്കന്മാരുടെയും രക്ഷിതാക്കളുടെയും കടമയാണ് എന്ന് നിങ്ങളോട് ഈ അവസരം ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ പള്ളിയുടെ പരിസരം, ഈ മദ്രസയുടെ പരിസരത്തുള്ള രക്ഷിതാക്കൾ അവരൊന്ന് ഒത്തുപിടിച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ പിഞ്ചോമനകളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടെത്തിച്ച് നമ്മുടെ സ്ഥാപനത്തെ ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമം, സഹായം, സഹകരണം ഉണ്ടാവണം. നമുക്കറിയാം, മുൻപുള്ള സ്വാഗത പ്രഭാഷണത്തിൽ നിന്ന് ഉണർത്തിയതുപോലെ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ അഫ്സത്ത് ടീച്ചർ ഇതിന്റെ തുടക്കം മുതൽ ഇന്നേ വരെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രഭാഷണം നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ ഉദ്ഘാടന സെഷൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുമുമ്പ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ പിഞ്ചോമനകൾക്ക് നമ്മുടെ ഈ പരിപാടി കഴിയുന്നതോടുകൂടി അവർക്കെല്ലാവർക്കും നമ്മൾ മൊമെന്റോ നൽകുന്നുണ്ട്. അപ്പൊ അത് പരിപാടി കഴിഞ്ഞ കുട്ടികളെ ആരും കൊണ്ടുപോകരുത്. എല്ലാവരും അത് വാങ്ങിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അവസാനം വെച്ച് നമ്മൾ നൽകുന്നതാണ്. കൂടാതെ നമ്മുടെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഹെൽപ്പർ, അവരെല്ലാം ഒരുപാട് ദിവസത്തെ അവരുടെ എഫേർട്ടാണ് നമുക്ക് ഇവിടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ അവതരിപ്പിച്ചതെല്ലാം വലിയ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ കുട്ടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം അവരുടെ പൂർണ്ണ എഫേർട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവരെയും മാനേജ്മെന്റ് കമ്മിറ്റി ആദരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ എല്ലാവരും പോകാൻ പാടുള്ളൂ എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി അസാസുൽ ഇസ്ലാം മദ്രസ ട്രഷറർ മുഹമ്മദ് അലിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഈ പരിപാടി അത് 2023 ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ 5-ാം വാർഡ് മെമ്പർ എം റസാഖ്, അതുപോലെ തന്നെ അസാസുൽ മാരിഫ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സെക്രട്ടറി അസയാക്ക, പ്രസിഡന്റ് ബാബുട്ടിയാക്ക, ബ്രിഷർ, അതുപോലെ തന്നെ കുഞ്ഞിപ്പ, ടീച്ചേഴ്സ്, നല്ലവരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ഇതിനാൽ അർപ്പിതമായ കർത്തവ്യം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ്. കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. ഈ പരിപാടിക്ക് നേരത്തെ തന്നെ അവിടെ എത്തിച്ചേർന്ന നമ്മുടെ മെമ്പർ, അവർക്ക് നന്ദി കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും, ടീച്ചേഴ്സിനും രക്ഷിതാക്കൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സെക്ഷൻ അവസാനിപ്പിച്ചതായി അറിയിക്കുകയാണ്. അത് നമ്മുടെ കുട്ടികൾ പരിപാടിക്കായി എല്ലാവർക്കും വെയിറ്റ് ചെയ്യുക. എല്ലാവരും കഴിയുന്നത് വരെ എല്ലാവരും നല്ല രീതിയിൽ സമ്മാനവും മേടിച്ചിട്ട് വേണം എല്ലാവരും പോകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. തൊപ്പിക്കാരന് വെള്ളാത്ത ക്ഷീണം തോന്നി. തൊപ്പിക്കാരൻ വലിയൊരു മേച്ചോട്ടിൽ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ തൊപ്പിക്കാരന്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. തൊപ്പിക്കാരൻ എണീറ്റ് നോക്കുമ്പോൾ തൊപ്പിക്കാരൻ അത്ഭുതപ്പെട്ടു. തൊപ്പിക്കാരന്റെ തൊപ്പി ഒട്ടേ കാണാനില്ല. തൊപ്പിക്കാരൻ മരത്തിന്റെ മുകളിൽ നോക്കുമ്പോൾ തൊപ്പിക്കാരൻ അത്ഭുതപ്പെട്ടു. കുറെ കുരങ്ങന്മാർ തന്റെ തൊപ്പികളൊക്കെ തലയിൽ വച്ചിരിക്കുന്നു. തൊപ്പിക്കാരന് പെട്ടെന്നൊരു ആശയം തോന്നി. തന്റെ തൊപ്പിയെടുത്ത് താഴോട്ട് ഇരുന്നു. ഇത് കണ്ട കുരങ്ങന്മാർ അതുപോലെ ചെയ്തു. തൊപ്പിക്കാരൻ തൊപ്പിയെല്ലാം കുട്ടികളിട്ടു വേഗം നടന്നു. നമുക്കിതിൽ എന്ത് പഠിക്കാം? ആയുധമല്ല, ബുദ്ധിയാണ് പ്രധാനം. താങ്ക് യു. Listen to the music. Clap.
അല്ല ഇതെന്താണ് ആഘോഷം? കുറെ മനസ്സിലുണ്ടല്ലോ. എന്താ ഭീമ, ഇവരെന്താ പരിപാടി? ഈ മനുഷ്യന്മാരെ ചോദിക്കില്ല, ഇവരെന്താ പരിപാടി? പിള്ളേരെ അങ്ങനെ വലിയ കളിക്കുന്നു. എന്താ ഖാവ കുറിച്ചത്? 5 വർഷം മാർക്കൂറോ ഇത് അവസാനിക്കുന്ന ആൾക്കാരാ. മാറാ ഹലോ സുനിധി ആരുടെ വാസന പോവുക. അങ്ങനെ അമ്മോട് കൊണ്ടാനി ആ കാര്യം സർക്കാർ പറയും. ഇവിടെ കുട്ടികളുടെ കാര്യമാണ് കേട്ടിട്ടില്ലേ? ആ കേട്ടിരുന്നു, നമ്മാരും കേട്ടിരുന്നു. പക്ഷേ ഇത് തുറന്നു തന്നാ മതി. അർഹം അറിയാക്ക സാധനം വെച്ചില്ല, മനസ്സിലായ? അതിപ്പോ പൊന്തിക്കും ദീപങ്ക. കളിക്കാനുള്ള കുട്ടികള് റെഡി ആവാണ്, അണിഞ്ഞൊരുങ്ങാണ്. കളർഫുൾ പരിപാടിയാണ്, സൂപ്പറാണ്. കാർട്ടൻ പൊന്തിക്കുമ്പോൾ നിങ്ങൾ നെട്ടും. എവിടെ നേരാണ്ട പിള്ളേര് ഒന്നാം തന്നാണ്ടല്ല. എന്തൊക്കെയാണ് എൻ്റെ പടായി, മാഫലം കാത്തി, കോഴിക്കോട് ആലുവ, തലശ്ശേരി ബിരിയാണി, കാസർഗോഡ് കൂട്ട് ഇത്രയും മാസമായി ഉണ്ടായിരുന്നിട്ട് ഇപ്പം ആരും കണ്ടില്ല. തരാം. ആഹാ ഉസാറായി. അല്ല മോനെ, എന്താ എന്റെ പേര്? നല്ല പേര്, അജാതി പേരാന്റെ പേര്. അങ്ങനെ കളിച്ചൂടി കുറെ നാൾ നമ്മുടെ കാത്തിരുന്നു. പാടാറില്ല ഞങ്ങൾക്ക്, ഞങ്ങൾ പാടിച്ചാണ്. അപ്പൊ നിങ്ങള് പാട് കളവാൻ തീരുമാനിച്ചല്ലേ ബീരാങ്ക? ആഹല്ല, ഞാൻ എങ്ങനെയാണ് പാടിപ്പോയി? വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കുന്ന കലാപരിപാടികൾക്ക് നേർസാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന കലാപ്രേമികൾ കൈയടിക്ക് പ്രോത്സാഹിപ്പിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. വേദിയിൽ സിംഗിൾ ഡാൻസ് ആയിഷ മിൻഹ കെ, അതിനുശേഷം ഗ്രൂപ്പ് ഡാൻസ് മിൻഹ കെ ടി ആൻഡ് സൻഹായം. ഒരു കുല മുന്തിരി അകിടുവാ